بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. سورة النمل 32 മുതൽ 34 വരെ 32 മുതൽ 34 വരെ ഉള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. قالت يا أيها الملأ. قالت മേലെ കഴിഞ്ഞു പോയ പദം തന്നെയാണ്. ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തടിപ്പിച്ചിരിക്കുക. അതിൻ്റെ അലിഫിലും തഫ്ഖീം നിലനിർത്തുക. ഖാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹംസിൻ്റെ മഹ്മൂസായ അക്ഷരമാണ്. സുക്കൂൻ ചലിപ്പിക്കരുത്. ഖാലത്ത് യാ അയ്യുഹൽ മല. യാ അയ്യുഹ ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. യാ അയ്യുഹൽ മലഉ അഫ്തൂനി. അഫ്തൂനി ഫീ അംരി. ഫീ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. യാഇനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. അംരി ഇതിൽ സാക്കിനത്തായ മീമ് വന്നിട്ടുണ്ട്. അതിനെ മണിച്ചു പോയത് ഇൽഹാർ ഷഫവിയാണ്. മാ കുന്തു ഖാതിഅതൻ അംറാ. മാ കുന്തു കുന്തു എന്ന പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. കുന്തു ഖാതിഅതൻ. ഖാഫും അലിഫും നേരത്തെ വന്നു, വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. തഫ്ഖീം ചെയ്യണം. ശേഷം വന്ന ത്വാഉം ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. തഫ്ഖീം ചെയ്യുക. കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ്. ഖാതിഅതൻ അംറൻ. ഇവിടെ 2 തൻവീനുകൾ തുടരെ വരുന്നു. രണ്ടും ഇൽഹാർ ഹൽഖിയാണ്. ഖാതിഅതൻ എന്ന തൻവീനും അംറൻ എന്ന തൻവീനും ശേഷം ഹൽഖിൻ്റെ അക്ഷരങ്ങളാണ്. അതുകൊണ്ട് ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. അംറൻ എന്ന റാഇന് തഫ്ഖീം ചെയ്യണം, തടിപ്പിക്കണം. ഹത്താ തശ്ഹദൂൻ. ഇവിടെയൊക്കെ ആവർത്തിച്ച് വരുന്ന ഹൽഖിൻ്റെ അക്ഷരങ്ങൾ ക്ലിയറായി അത് മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. എല്ലാ അക്ഷരവും അങ്ങനെ തന്നെ, എല്ലാ ഹർഫും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് സിഫാത്തുകളൊക്കെ പൂർത്തിയാക്കി ശരിയായ രീതിയിൽ മൊഴിഞ്ഞുകൊണ്ട് ഓതുക. ഹത്താ തശ്ഹദൂൻ. ഇതാണ് പ്രത്യേകം സൂചിപ്പിച്ചത്. ഖാതിഅതൻ ഐന്, അംറൻ ഹംസ. അപ്പോൾ ഹുറൂഫുൽ ഹൽഖ് അതുപോലെ മറ്റ് അക്ഷരങ്ങളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഖാലൂ ഖാഫും അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. നഹ്നു ഉലൂ ഖുവ്വ. നഹ്നു ഹ ശ്രദ്ധിക്കുക. ഉലൂ ഖുവ്വത്തിൻ വ ഉലൂ ബഅസ്. ഉലൂ ഖുവ്വത്തിൻ ഖാഫ് വരുന്നുണ്ട്. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. നിസ്ബിയ തഫ്ഖീമാണ് ദമ്മായതുകൊണ്ട്. ഖുവ്വത്തിൻ എന്നതിന് തൻവീൻ ശേഷമുള്ള വാവ് വന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ഖുവ്വത്തിൻ വ എന്ന് ലയിപ്പിച്ചുച്ചരിക്കണം. വ ഉലൂ ബഅസിൻ ശദീദിൻ വൽ അംറു ഇലൈക്. ബഅസിൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ച് ഉച്ചരിക്കുക. ബഅസിൻ എന്ന് ക്ലിയർ ആവാതെ ബഅസിൻ എന്ന് അവ്യക്തമാക്കുക. ശദീദിൻ വൽ അംറു തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. വൽ അംറു സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി. والأمر إليك فانظري സാക്കിനത്തായ നൂൻ ശേഷം ളാഇ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിലും തഫ്ഖീം വേണം. എന്നിങ്ങനെ തടിപ്പിച്ചുകൊണ്ടുള്ള ഉച്ചാരണം. ഫൻദുരി. മാദാ തഅ്മുരീൻ. 'മുരീൻ. 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 'മുരീൻ.
രണ്ട് തവണ റാ മക്സൂറത്തായി കസ്റുള്ള റാഹുകൾ ആവർത്തിച്ചു വന്നു. തർക്കീഖ് ചെയ്യണം, റാഇനെ നേർപ്പിച്ചാണ് ഉച്ചരിക്കുക. ഫൻദുരി മാദാ തഅ്മുരീൻ ഖാലത് ഇന്നൽ മുലൂക ഇദാ ദഖലൂ. വീണ്ടും ഖാലത് എന്ന പദം വരുന്നു. ഖാഫ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്, തടുപ്പിച്ച് ഉച്ചരിക്കണം. അതിൻ്റെ ദീർഘാക്ഷരത്തിലും തഫ്ഖീം നിലനിർത്തുക. തായിന് ഹംസ് നൽകി ഖാലത് എന്ന് പറയുക. ഇന്നൽ മുലൂക നൂൻ മുഷദ്ദദ മണിക്കണം. ഇദാ ദഖലൂ എന്ന് പറയുമ്പോൾ ഖായിന് മാത്രമേ അവിടെ തഫ്ഖീം ഉള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ് മറ്റുള്ളവ. إذا دخلوا قرية أفسدوها. قرية قاف تفخيم ചെയ്യേണ്ട ഇസ്തിഅലാന്റെ ഹർഫ്. റാഇനും തഫ്ഖീമാണ്, റാഇന് സുക്കൂൻ, തൊട്ടുമുമ്പിൽ ഫത്ഹ് ഉള്ളതുകൊണ്ട് قرية أفسدوها. തൻവീനും ശേഷം ഹംസയുമാണ്. ഇൽഹാർ ഹൽക്കി ചെയ്ത് മണിക്കാതെ വെളിവാക്കുക. قرية أفسدوها وجعلوا أعزة أهلها. وجعلوا എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കുക. أعزة أهلها. ഇവിടെയും അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ്. ശേഷം അടുത്ത പദത്തിൽ ഹംസ വന്നു. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. وجعلوا أعزة أهلها أذلة. أذلة എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ അദില്ല എന്ന് ഹാ ആക്കി വഖഫ് ചെയ്യണം. وكذلك يفعلون. وكذلك يفعلون. പ്രത്യേകിച്ച് അഹ്കാമുകളൊന്നുമില്ലെങ്കിലും എല്ലാ അക്ഷരങ്ങളും ക്ലിയറായി ഉച്ചരിക്കുക. എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്, തർക്കീഖ് ചെയ്യേണ്ടവയാണ്. ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قالت يا أيها الملأ أفتوني في أمري ما كنت قاطعة أمرا حتى تشهدون. قالوا نحن أولو قوة وأولو بأس شديد والأمر إليك فانظري ماذا تأمرين. قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون.